ഇന്ന് നമുക്ക് ചീര കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാമേ. ഇന്ന് കുറച്ച് ചീര നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നു. അത് അവിയലുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത്രയും ചീര മിച്ചമുണ്ട്. നല്ല കളറായത് ചീര അവിയൽ വെച്ച് കഴിഞ്ഞിട്ട് ബീറ്റ്റൂട്ടിൻ്റെ കളറായിരുന്നു. ഇത്രയ്ക്ക് നല്ല കളറുള്ള ചീര തന്നെ. അങ്ങനെ ഇത്രയും ചീര ബാക്കി വന്നു. ഇത് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അതിനായിട്ട് ചീരയെല്ലാം കഴുകി തോർത്തി വെച്ചിട്ടുണ്ട്. ചൂടിൻ്റെ ശക്തി കാരണമാണ് കഴുകി തോരാൻ വെച്ചപ്പോഴേ ഇതങ്ങ് വാടാൻ തുടങ്ങി. ഇതിനെ നമുക്ക് കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വാട്ടിയെടുത്ത് തണുത്തിട്ട് ചപ്പാത്തി മാവിനകത്ത് ചേർത്ത് കുഴച്ച് തയ്യാറാക്കാം. ആദ്യം തന്നെ ഞാനിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വരട്ടെ. ചീര ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇനി ഇതിലേക്ക് നമുക്കൊരു പച്ചമുളക് അരിഞ്ഞ് ചേർക്കാമേ. തീരെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് ചേർക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ചീരയിലൊന്ന് വാട്ടിയെടുക്കാം. പച്ചയ്ക്ക് ചേർത്ത് നമ്മൾ കുഴച്ച് തയ്യാറാക്കുമ്പോൾ ചിലപ്പം വേവാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് നമുക്ക് ഹെവി ആകും വയറിന്. അതുകൊണ്ടാണ് നമ്മൾ വാട്ടിയിട്ട് വെന്തു എന്ന് ഉറപ്പാക്കിയിട്ട് നമ്മൾ ചപ്പാത്തിക്ക് അതിനകത്ത് ചേർത്ത് കുഴപ്പമില്ല. ഒരു പച്ചമുളക് ചേർത്തു. ഇച്ചിരി എരിവ് വേണം. അതിനതാണ് ഒരു പച്ചമുളക്. ഭയങ്കര എരിവാണ്. ഇതിൻ്റെ കുരു നമ്മൾ എടുക്കത്തില്ല. ഇതിൻ്റെ തൊലി മാത്രം അരിഞ്ഞിട്ട് എടുത്തിട്ട് കുരുവിൻ്റെ ഭാഗമാണ്. ഭയങ്കര എരിവാണ്. ആർക്കും കഴിക്കാൻ പറ്റില്ല. ഇതങ്ങ് കളയാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. വാട്ടിയെടുക്കുന്നതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല. സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി. അതിലേക്ക് നമുക്ക് അല്പം നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം പൊട്ടി മൂത്ത് വരുമ്പോഴത്തേക്ക് ഈ ചീര നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാമേ. ചീരയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം. ചീരയ്ക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക്. കാരണം എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ഞൾ ചേർക്കുന്നത് നല്ലതാണ് ഇലക്കറികൾക്ക്. ഇനി ഇതൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചീര നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിനി തയ്യാറാക്കാം. നമ്മൾ ചീര വാട്ടി വെച്ചു. ചൂടെല്ലാം മാറി. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചീര വെച്ചിട്ടുള്ള ചപ്പാത്തി. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നീട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചീരയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഗോതമ്പ് പൊടിക്കും ഈ ഇലയ്ക്ക് ആവശ്യമുള്ളത് മാത്രം ചേർത്താൽ മതിയേ. പിന്നീട് നമുക്ക് സ്വല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി. ചീരയ്ക്ക് നമ്മൾ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം. ചീര ചേർത്ത് ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി. അതിന് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇനിയും പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുഴച്ച് നമുക്ക് എടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തു. ഗോതമ്പ് പൊടിയും ചീരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തി പരുവത്തിൽ കുഴച്ച്
കുഴച്ച് തയ്യാറാക്കിക്കൊണ്ട് വരാമേ. നമ്മൾ കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ തയ്യാറാക്കി. ഇനിയൊരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചീരയൊക്കെ കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ചുവന്ന കളർ കാണുമ്പോഴത്തേക്ക് അവരങ്ങ് കഴിച്ചോളും. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം കഴിഞ്ഞു. നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് 6 ബോൾ തയ്യാറാക്കി ഗോതമ്പ് പൊടി നോക്കി നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പരത്തി തയ്യാറാക്കാം. നമ്മുടെ ചപ്പാത്തിക്കല്ല് നന്നായിട്ട് ചൂടായി. പരത്തി വെച്ചിരിക്കുന്ന ഈ ചപ്പാത്തി നമുക്കിതിലോട്ട് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ഒരെണ്ണം പരത്തി വെക്കാം. തിരിച്ചു മറിച്ചു ഇട്ട് വേവിച്ച് നെയ്യ് വരട്ടാം. എണ്ണ വരട്ടേണ്ടവർക്ക് എണ്ണ വരട്ടാം, നെയ്യ് വരട്ടേണ്ടവർക്ക് നെയ്യ് വരട്ടാം. നെയ്യാണല്ലോ കൂടുതൽ ഹെൽത്തി. ഇത് നമുക്ക് ചപ്പാത്തി പോലെ പൊറോട്ടയും ഉണ്ടാക്കാൻ പറ്റും. അതിനി ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കാമേ എങ്ങനെയാണ്. പൊറോട്ട ഉണ്ടാക്കുന്നതിനായിട്ട് ചപ്പാത്തി പോലൊക്കെ പരത്തി ഇതിനകത്തേക്ക് നമുക്ക് നെയ്യ് പരത്തി കൊടുക്കാം. നെയ്യോ എണ്ണയോ അവരവരുടെ ഇഷ്ടം പോലൊക്കെ. എന്നിട്ട് സ്വല്പം പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഇത് മടക്കിയെടുക്കാം. ഇനി സ്വല്പം പൊടി ചേർത്ത് നമുക്ക് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തിയെടുക്കാം. നമ്മൾ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്ക്വയറായിട്ടോ ട്രയാങ്കിളായിട്ടോ ഏതാണോ നമ്മുടെ ഇഷ്ടം ആ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. റൗണ്ടിലോ ചീര കൊണ്ടുണ്ടാക്കിയ അതായത് ചപ്പാത്തി റൗണ്ട് ഷേപ്പിൽ, ഇത് സ്ക്വയർ ഷേപ്പിലുള്ള പൊറോട്ട, ഇത് ട്രയാങ്കിൾ ഷേപ്പിൽ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചപ്പാത്തിയോ പൊറോട്ടയാണിത്. ഞങ്ങൾക്ക് ഇന്ന് അത്താഴത്തിന് ഇതിൻ്റെ കൂടെ മുട്ട ഓംലെറ്റ്, മഷ്റൂം ഇട്ട് ഓംലെറ്റ്, പിന്നെ ഇത് തൈരിനകത്ത് സ്വല്പം പഞ്ചസാരയും ഉപ്പും അല്പം മുളക് പൊടിയും കൂടി ഇട്ടത് ഒരു ചട്നി പോലെ തയ്യാറാക്കി ഈ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അധികം എരിവില്ല, നല്ല കളറും ഉണ്ട്, ഹെൽത്തിയുമാണ്. അവർക്ക് ഈ വെക്കേഷൻ കാലത്ത് കുട്ടികൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും കഴിക്കാനുള്ള സമയവും ഉണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക.